വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 11, 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സ്നാപകനെ കുറിച്ച് സാക്ഷ്യം. അവർ പോയതിനു ശേഷം യേശു ജനക്കൂട്ടത്തോട് യോഹന്നാനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്തു കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? കാറ്റിൽ തുലയുന്ന ഞാങ്ങണയോ? അല്ലെങ്കിൽ വേറെ എന്തു കാണാനാണ് നിങ്ങൾ പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ? മൃദുല വസ്ത്രങ്ങൾ ധരിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണുള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെ കാണാനോ? അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ. ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഇതാ, നിനക്ക് മുൻപേ എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ മുൻപേ പോയി നിനക്ക് വഴിയൊരുക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനവും നടത്തി. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. വിശുദ്ധ യോഹന്നാൻ മാംദാന, ആദർശയോഗ്യനായൊരു നേതാവ്. സാഹചര്യങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് യേശു തന്റെ മുൻഗാമി കൂടിയായ യോഹന്നാൻ മാംദാനയെ സംബന്ധിച്ച് ജനങ്ങളോടായിട്ട് സംസാരിക്കാനിട വന്നതാണ് ഇന്നത്തെ സുവിശേഷം. ഈ സംസാരത്തിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് യോഹന്നാൻ മാംദാനെ പറ്റി യേശുവിന് വളരെയേറെ മതിപ്പാണ്. തന്റെ ഹൃദയത്തിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ആദർശയോഗ്യനായിട്ടുള്ള മനുഷ്യൻ. യേശുവിന്റെ വാക്കുകളിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. സാധാരണ മനുഷ്യരിൽ കാണാവുന്ന രീതിയിലെ അവസരവാദപരമായിട്ടുള്ള ഒരു സമീപനം യോഹന്നാനിൽ ഒരിക്കലും കാണാൻ സാധിക്കാത്ത വിധത്തിൽ തത്വങ്ങൾക്കും പ്രമാണങ്ങൾക്കും അനുസരിച്ച് മാത്രം തന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനിട വന്ന ആദർശയോഗ്യനായിട്ടുള്ളൊരു മനുഷ്യൻ. ദൈവത്തിന്റെ ഇഷ്ടം തന്നെ സംബന്ധിച്ച് എന്താണ് എന്ന് കണ്ടെത്താനുള്ള പരിശ്രമവും അങ്ങനെ കണ്ടെത്തിയ ആ ബോധ്യങ്ങള് ജീവിതത്തിൽ എന്ത് എതിർപ്പുകൾ വന്നാലും നേരിടുന്നതിനുള്ള ധീരോദാത്തമായ നിലപാടുകൾ എടുക്കാനിട വന്നിട്ടുള്ള ഒരു ശക്തനായ ജനനേതാവ്. വലിയ വാചകങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരെ കബളിപ്പിക്കുന്ന ഒരു ജനകീയ ജനനേതാവ് എന്നതിനേക്കാൾ വാക്കുകൾക്കും ജീവിതത്തിനും ഒരേ രീതിയിലെ ഒരുപോലെ അതിന് പ്രാധാന്യം കൊടുക്കാൻ വാക്കും പ്രവർത്തനങ്ങളും ഒരുപോലെ യോജിപ്പിച്ച് ജീവിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രവാചകൻ. ഇത്തരം ഉള്ള ഒരു ആദർശയോഗ്യനായിട്ടുള്ളൊരു മനുഷ്യനെ ആണ് യോഹന്നാൻ മാംദാന എന്ന രീതിയിലാണ് ജനങ്ങളോട് യേശു സംസാരിക്കുന്നത്. എന്നല്ല, യേശു തന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ പലരെ പറ്റിയും പല അഭിപ്രായങ്ങൾ പല അവസരത്തിൽ പ്രകടിപ്പിക്കാനിട വന്നിട്ടുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് യോഹന്നാനെ സംബന്ധിച്ച് പറഞ്ഞ അത്രയും വാചാലമായിട്ടും അത്രയും ശക്തമായിട്ടുള്ള വാക്കുകളുടെ പ്രയോഗങ്ങളും മറ്റൊരാളെ പറ്റിയിട്ടും യേശുക്രിസ്തു പുറപ്പെടുവിക്കാനിട വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. യേശുക്രിസ്തു പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇത്രയും ആദർശയോഗ്യനായിട്ടുള്ളൊരു മനുഷ്യൻ യോഹന്നാനെ പോലെ മറ്റാരുമില്ല എന്നാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ യേശു ജനങ്ങളുടെ മുമ്പിൽ യോഹന്നാനെ പറ്റി അവതരിപ്പിക്കുന്നത്. യേശു തന്നെ വന്ന് കണ്ട നഥാനിയേൽ എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി യേശു സംസാരിക്കുന്ന കൂട്ടത്തിൽ നഥാനിയേലിനെ പറ്റിയുള്ള തന്റെ അഭിപ്രായം പ്രകടമാക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കളങ്കമില്ലാത്ത ഇസ്രായേൽക്കാരൻ. ഇതാണ് നഥാനിയേലിനെ പറ്റിയുള്ള യേശുവിന്റെ ഒരു വിലയിരുത്തൽ. എന്നാൽ തന്റെ തന്നെ ശിഷ്യന്മാരിൽ ഒരുവൻ, താൻ തന്നെ തെരഞ്ഞെടുത്ത് ശിക്ഷ നൽകിയ ഒരുവൻ, ആ
യൂദാസിനെ സംബന്ധിച്ചിടത്തോളം യേശു നടത്തിയ അഭിപ്രായ പ്രകടനം വളരെ വളരെ വിസ്മയനീയമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനമാണ്. അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായേക്കുമായിരുന്നു എന്നാണ് യൂദാസിനെ പറ്റി യേശു നടത്തിയ അഭിപ്രായ പ്രകടനം. രാജ്യം ഭരിക്കുന്ന രാജാവ് ഹെരോദേസ് രാജാവിനെ സംബന്ധിച്ച് യേശു ഒരവസരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതായിട്ട് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അദ്ദേഹം കുറുക്കനാണ് എന്ന് വെച്ചാൽ എപ്പോഴും നല്ലത് പറയുന്നു എന്ന് മാത്രം അതിന്റെ ഒഴുക്കിൽപ്പെട്ട് യോഹന്നാനെ പറ്റി പറഞ്ഞതാണ് യേശു എന്ന് വിചാരിക്കുകയ്യ. രാജാവിനെ പറ്റി യേശു പുറപ്പെടുവിച്ച അഭിപ്രായമാണ് അവൻ കുറുക്കനാണ്. യഥാർത്ഥത്തിൽ തന്റെ കൂടെ തന്റെ വലത്തുവശത്ത് കുരിശിൽ തൂങ്ങി കിടഞ്ഞു മരിക്കുന്ന ആ നല്ല കള്ളനോട് യേശു പറയാൻ ഇടവരിയാണ്, നമുക്കൊന്നിച്ച് ഇന്ന് പറുദീസയിൽ ഭക്ഷണം കഴിക്കാമെന്ന്. അത്രയും ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഓരോ വ്യക്തിയെയും യേശു മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ. ഈ അഭിപ്രായ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടെ യേശു തന്റെ മുൻഗാമി കൂടിയായ യോഹന്നാനെ പറ്റി നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ തീർത്തും ശ്രദ്ധേയമാണ്. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, യേശു നമ്മളെയും മനസ്സിലാക്കിയിരിക്കുന്നു, നാമും യേശുവിനെ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ യേശു എന്ത് ഒരു അഭിപ്രായ പ്രകടനമായിരിക്കാം എന്നെ സംബന്ധിച്ച്, നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് പുറപ്പെടുവിക്കാൻ പോകുക എന്നുള്ളത് ചിന്തിക്കാവുന്നതാണ്. നമ്മെ സംബന്ധിച്ചുള്ള യേശുവിന്റെ അഭിപ്രായം എന്തായിരിക്കും? സൂത്രിയാണെന്നോ, സൂക്ഷിക്കണമെന്നോ, അതോ ഒരു തരത്തിലും വിശ്വസിക്കേണ്ടത് അല്ല എന്നോ, വിശ്വസിക്കാവുന്ന, ആശ്രയിക്കാവുന്ന, ആത്മാർത്ഥതയുള്ള, പ്രതിബദ്ധതയുള്ള, സ്നേഹമുള്ള, കാരുണ്യമുള്ള, ദൈവത്തിന്റെ ഇഷ്ടം കണ്ടെത്താൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും അത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ത്വര ജീവിതത്തിൽ കാണിക്കുന്ന ഒരു നല്ല മനുഷ്യൻ എന്ന രീതിയിൽ യേശു നമ്മെപ്പറ്റി പറയാനിട വന്നാൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമായി.